ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊത്ത് ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച ബ്രദർ അലക്സ് ജോർജ്, പിന്നെ ബ്രദർ ബിനോയ്, സിസ്റ്റർ പുഷ്പ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോപ്പ് മിനിസ്ട്രി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സുവിശേഷ വേലയും ചാരിറ്റി പ്രവർത്തനവും ഒന്നിച്ചു പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. ഞാൻ എപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സൂപ്പ് സാൽവേഷൻ അതെപ്പോഴും നല്ലതാണ്. സോപ്പ് കൊടുക്കുക, സൂപ്പ് കൊടുക്കുക, പിന്നെ സാൽവേഷൻ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ശരിക്കും പതിക്കും. പണ്ട് കാലങ്ങളിൽ ദൈവവേല ചെയ്ത സഹോദരിമാരും പാഴ്സനേജും ഒക്കെ നമ്മുടെ ചരിത്രത്തില് സഹോദരിമാരിലൂടെയാണ് കൂടുതൽ ദൈവവേല പുറത്തോട്ട് വന്നത്. കാരണം അവർ കൊടുക്കുന്ന ആഹാരം, അവർ കൊടുക്കുന്ന സ്നേഹം, അവരുടെ അക്കോമഡേഷൻ, അതൊക്കെയാണ് സുവിശേഷ വേലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരെ സഹായിച്ച ഘടകങ്ങള്. നേരിട്ട് എന്ന് ദൈവവചനം പറയുന്ന ഒരു അവസ്ഥ നല്ലതാണെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണ്. സഹോദരിമാർക്ക് ഇതിന് വലിയൊരു പങ്കുണ്ട്. അവരങ്ങനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്ന കൂട്ടരുടെ കൂട്ടമാണ് വാസ്തവത്തിൽ സഭ. പിന്നെയാണ് ഇടയന്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ടത്. കാരണം ഇടയനാണ് പിന്നെ സഭാ പാസ്റ്ററാണ് പിന്നെ അവരെ വളർത്തേണ്ടതും പരിപാലിക്കേണ്ടതും ഒക്കെ. പക്ഷെങ്കില് അവരെ അവിടോട്ട് വിളിച്ചോണ്ട് വരേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സഹോദരിമാർക്കാണ്. ഇന്ന് സഹോദരിമാർ ഇതിനകത്ത് പുറകോട്ട് പോയത് കൊണ്ടാണ് സുവിശേഷീകരണം വളരെ പുറകോട്ട് പോയിരിക്കുന്നത്. സഭയിൽ ആത്മാക്കൾ വരാത്തത്. സഭയിൽ ആത്മാക്കൾ കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സോപ്പ് സാൽവേഷൻ എന്നുള്ള ആ രക്ഷാസൈന്യം അല്ലെങ്കിൽ അവരുടെ ആ മോട്ടോ ആണെങ്കിലും അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോ ആണ്. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഞാനത് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതിനു മുമ്പ് ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പോവുകയും ജ്യൂസൊക്കെ അരച്ചുകൊണ്ട് പോവുകയും കഞ്ഞി അരച്ചുകൊണ്ട് പോവുകയും ഫീഡ് ചെയ്യുകയും അങ്ങനെ എല്ലാം കൊടുത്ത് അവരുടെ മനസ്സും പുഷ്പ സിസ്റ്ററിന്റെ ഫോൺ മ്യൂട്ടാക്കിയൊക്കെ എല്ലാം നമ്മൾ അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് സുവിശേഷം പറയുമ്പോൾ പെട്ടെന്നാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഒത്തിരി നല്ല കാര്യമാണ്. ദൈവത്തിന്റെ മഹാകരുണയാൽ കുറേയേറെ വർഷങ്ങളായിട്ട് സുവിശേഷ വേലയിലായിരിക്കാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് 3 മക്കളാണ്. അവരും ദൈവത്തിന്റെ വേലയിലാണ്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവുമാണ്. ഞങ്ങൾ വലിയ ആൾക്കാരൊന്നുമല്ല. വേദപുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വാക്യം പറയുമ്പോൾ എപ്പോഴും ഹൃദയത്തിലെ കണ്ണ് നിറയാതെ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 4:1. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായി. ഇതൊരിക്കലും ദൈവം എന്നോട് കാണിച്ച, എൻ്റെ കുടുംബത്തോട് കാണിച്ച കരുണയാന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആ കരുണ ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം സഹായിച്ചത്. അതുകൊണ്ട് ആ ക്രൂശിലല്ലാതെ, ഞങ്ങളുടെ ബലഹീനതയിലല്ലാതെ ഒന്നിലും പ്രശംസിക്കാൻ ഒരിക്കലും ഇടയാകല്ലേ എന്നാണ് ഓരോ ദിവസത്തെയും പ്രാർത്ഥന. പ്രശംസിക്കാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ. ഇത് ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ച ശുശ്രൂഷ ആയതുകൊണ്ട് വേറെ ഒന്നിലും പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊട്ട് നമുക്ക് സാധിക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ സുവിശേഷീകരണത്തില് സഹോദരിമാർ വളരെ ഉത്സാഹം ഉള്ളവരായിരിക്കണം. ഇന്നത്തെ വചനത്തില് ഞാനത് പൂർണ്ണമായിട്ടും സിസ്റ്ററിന്റെ അനുഭവം സാക്ഷ്യം കേട്ടപ്പം എനിക്ക് ഒരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം സിമിലർ ആണ്. കന്യാസ്ത്രീ മടത്തി പോയില്ലെന്നേ ഉള്ളൂ. എന്നെ ദൈവം ഒരു 17ാമത്തെ വയസ്സില് ഞാൻ നല്ല സീമസ് കോളേജിൽ നല്ല ഇലക്ഷനൊക്കെ നിന്ന് നല്ല ജയിച്ച് നല്ല ബിസിനസ് ഫാമിലിയിൽ എല്ലാം കൊണ്ടും ഒന്നിനും ഒരു കുറവും ഇല്ലാത്തൊരു കാലം നല്ല സന്തോഷത്തോടെ, ഭയങ്കര സാമ്പത്തികമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം കൊണ്ടും എല്ലാം നല്ല എന്താ പറയാ നല്ല പീക്ക് ടൈമില് ഒരു ഉച്ച സമയത്ത് 2 സഹോദരിമാര് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവര് പറഞ്ഞു, നിന്നെയാണ് ദാവീദിനെ പോലെ അഭിഷേകം വീണിരിക്കുന്നത്, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, കർത്താവ് നിന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഇവരോട്. ഇവര് വേറെ വല്ല വയറ്റിപ്പഴപ്പിന് നടക്കുന്നവരായിരിക്കും, വല്ല പൈസയും കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിടാം എന്നെല്ലാം അന്ന് ചിന്തിച്ചു. പക്ഷെ പെട്ടെന്നാണ് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്ന് പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവരോട്
ഞാൻ കണ്ണങ്ങോട്ട് അടക്കുകയും എന്നെ ഈ കത്തോലിക്കയിലെ കന്യാസ്ത്രീയുടെ ഒരു പിക്ചർ എന്നെ കാണിച്ചു. ഉടനെ ഞാനിങ്ങനെ തട്ടി കളഞ്ഞു. ഇത് ശരിക്കും എനിക്ക് തോന്നലായിരിക്കും എന്നോർത്ത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതും പോരാഞ്ഞിട്ട് ഇനിയും കന്യാസ്ത്രീയും കൂടെ ആകാൻ വേണ്ടിയാണോ, എന്താ പറയാ, കല്യാണമൊക്കെ കഴിക്കാതിരിക്കാനുള്ള നമ്പരാണോ ദൈവത്തിന്റെ? ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ധാരണയായിരുന്നു. പെട്ടെന്ന് ദൈവം ഇംഗ്ലീഷിൽ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഡിറ്റാച്ച് ഫ്രം ദ വേൾഡ് ആൻഡ് ഡിറ്റാച്ച് ഫ്രം ദ റിലേഷൻഷിപ്സ്. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ, യഥാർത്ഥ ശിഷ്യയുടെ അവളെ ഭരിക്കേണ്ടത്. എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട്, എല്ലാ ലോക സ്നേഹത്തിൽ നിന്നും, അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ പ്ലഷറിൽ നിന്നും, എല്ലാ ആഡംബരങ്ങളിൽ നിന്നും മാറി യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പുറകെ പോകുന്നതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ശിഷ്യയെന്ന് പെട്ടെന്ന് തന്നെ അവര് മലയാളത്തിൽ പറയാണ്. ഇതെന്റെ ഇന്നർ മൈൻഡിൽ ദൈവത്തിന്റെ ആത്മാവ് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ പെട്ടെന്ന് അവര് പറയാണ്, എല്ലാ ലോകസുഖങ്ങളിൽ നിന്നും, എല്ലാ ജഡീക അല്ലെങ്കിൽ എല്ലാ റിലേഷൻ, എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ജഡരക്തങ്ങൾ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പുറകെ പോകണം. അതാണ് നിന്നെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ആഴമായ വിളി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ വാവിട്ട് കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചു. അപ്പൊ ഞാൻ ഇന്ന് ഇത് പറയാതിരുന്നല്ല, പ്രിയ പുഷ്പ സിസ്റ്ററിന്റെ അനുഭവം അങ്ങനെയാണെങ്കിൽ എന്നെ ദൈവം അവിടെ ഞാനൊരു പെന്തക്കോസ് കുടുംബത്തില്, വല്യപ്പന്മാരൊക്കെ പാസ്റ്റർമാരായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ആ ഒരു കന്യാസ്ത്രീ എന്താണെന്നും ആ കന്യാസ്ത്രീയുടെ ഡിസിപ്ലിൻ എന്താണെന്നും മനസ്സിലാക്കാനും, അതുപോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നും ബാക്കി എല്ലാ റിലേഷനും, എല്ലാ ലോകത്തിന്റെ മോഹങ്ങളും ആഡംബരങ്ങളും എല്ലാം നശ്വരമാണെന്നും അതിനെ എല്ലാം കൈ കുടഞ്ഞ് എറിഞ്ഞു കളഞ്ഞിട്ട് യേശുവിന്റെ ക്രൂശിന്റെ പിറകെ മാത്രം പോവാനുള്ള ആഴമായ വിളിയാണ് ഒരു സുവിശേഷ വേലയുടെ വിളിയെന്ന് എന്നെ ദൈവം അന്നും മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവിനെ, സുവിശേഷകനെ തന്നെ ദൈവം തന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു, മക്കളുണ്ടായി വളർന്നു വരുമ്പോൾ എത്ര പഠിപ്പിച്ചാലും അവരുടെ എല്ലാം പഠിത്തത്തിനേക്കാൾ അതീതമായിട്ട് ദൈവത്തിന്റെ വേല അവർ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെയും ആ സുവിശേഷ വേലയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ അവരെ അഭ്യസിപ്പിക്കാനും, അവരെല്ലാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് വളരെ ശക്തമായിട്ട് ദൈവം അവരെ ഉപയോഗിക്കുന്നു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ, പ്രത്യേകിച്ച് സുവിശേഷ വേല ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും മറ്റും സുവിശേഷകർ വളരെ വില കൊടുത്താണ് ഈ സമയം മുമ്പോട്ട് തള്ളി നീക്കുന്നത്. നിങ്ങൾ അറിയുന്നത് പോലെ, എന്തുമാത്രം നിങ്ങൾ അറിയുന്നു കേരളത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി എത്ര അവെയർ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മറ്റുള്ളവരടുത്ത് ഒത്തിരി അടുത്ത് ഇങ്ങനെ പീഡയുണ്ടായി, അവരെ പിടിച്ചു, ഇവരെ പിടിച്ചു, അവര് ജയിലില്ല, ഇവര് ജയിലില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ സ്വന്തം മിഷനിൽ അതെല്ലാം സംഭവിച്ചപ്പോൾ, പലരും ജയിലിൽ കടന്നപ്പോൾ, പലരും ബെയില് കിട്ടാതെ ഭാരപ്പെടുമ്പോൾ, ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ശരിക്കും ഇതെന്താണെന്നൊന്ന് പഠിപ്പിക്കാനും, എന്താണ് ഈ തീച്ചൂളയുടെ ചൂട് എന്തുമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാനും ദൈവം ഞങ്ങളുടെ മിഷനെ ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു ഗുണം, മറ്റ് മിഷനിലുള്ളവരെയും മിഷണറിമാരെയും ജയിലിൽ കിടക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഈ 2-3 മാസം ഇതല്ലാതെ വേറെ ഒരു പരിപാടി, ഒരു സൂം മീറ്റിങ്ങോ ഒരു പ്രസംഗമോ ഔട്ട്സൈഡോ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതും ബിനോയ് എന്നെ വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, മൺഡേ ആയിരുന്നു ബെയിൽ ഹിയറിങ്, ബെയിൽ കിട്ടി വിശ്വസിച്ചുകൊണ്ട് ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന് ഞാൻ വാക്ക് കൊടുക്കുകയായിരുന്നു. എന്നാൽ അത് പിന്നെയും മാറിയപ്പം പിന്നെയും സങ്കടമായിരുന്നു. പക്ഷെ അങ്ങനെ എത്ര നാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഓരോ മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടും? തീർച്ചയായിട്ടും ആ ഒരു മനപ്രയാസം ഹൃദയത്തിൽ വല്ലാതുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം അവർക്ക് ബെയിൽ കിട്ടാൻ. എന്നാൽ അന്നേരമാണ് മനസ്സിലായ ഇന്ത്യയുടെ സുവിശേഷീകരണം എന്തുമാത്രം ടെൻഷന്റെ മുൾമുനയിലാണ് ഇനിയുള്ള കാലങ്ങള് ഈ മിഷണറിമാര് ഫേസ് ചെയ്യേണ്ടത്, ദൈവജനങ്ങള് വടക്കേന്ത്യയിലുള്ളവരെ ഒക്കെ ഫേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥന ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് നമ്മുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതായിട്ട് ഉണ്ട്. നമ്മള് ന്യായാധിപന്മാർ 5:18 ഞങ്ങളുടെ മിഷന്റെ ലീഡർ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മീറ്റിങ്ങിന് സൂമില് അദ്ദേഹം കയറി പറഞ്ഞപ്പോഴ് ഇതാണ് ന്യായാധിപന്മാർ 5:18
സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. ഇനിയുള്ള കാലങ്ങളിൽ ഇന്ത്യയിലെ മിഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാ മിഷൻ പ്രവർത്തനവും ഒരു വ്യക്തിയെ പറ്റി അല്ല പറയുന്നത്, എല്ലാ മിഷണറിമാരും ഇനി കേരളത്തിൽ പോലും അധികം താമസിക്കാതെ ഈ ഭരണമൊക്കെ മാറിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഒരു വലിയൊരു ബില്ല് പാസ്സാകുമെന്ന് പറഞ്ഞാൽ കൺവേർഷന്റെ അതിന് മതപരിവർത്തനത്തിന്റെ ആ ബില്ല് സുപ്രീം കോടതി കടക്കുകയാണ്, പെൻഡിങ് കടക്കുകയാണ്. അതും ബെയില് ഹിയറിംഗ് നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ത്യ മുഴുവൻ മതനിരോധന ബില്ല് പാസ്സാക്കാൻ വേണ്ടിയാണ് അവർ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വളരെ പ്രാർത്ഥന ആവശ്യമാണ്. അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, പ്രാണനെ ത്യജിക്കാത്ത ഒരു ജനത്തെ കൊണ്ട് ഇനിയുള്ള കാലം സുവിശേഷ വേല നടക്കുകയില്ല. കാരണം ഏത് സമയവും നമ്മുടെ പ്രാണൻ പോകും, അങ്ങനെയുള്ളവർ വന്നാ മതി എന്ന് തന്നെ മിഷൻ ചലഞ്ച് കൊടുത്ത് നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ ആഹ്വാനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. ഇതൊരു ബാറ്റിൽ ഫീൽഡ്, ഇതൊരു പോർക്കളമാണ്. ഇവിടെ വെറുതെ കളിച്ചും രസിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും കഥാപ്രസംഗം പോലെ കാണിച്ചും ഒന്നും പോകേണ്ട കാലവും അല്ല. ആ കാലം കഴിഞ്ഞു. വളരെ ഗൗരവമായിട്ട് പ്രാണനെ ത്യജിച്ച കുറെ പേരുടെ സംഘമാണ് സുവിശേഷകര്. പോർക്കള മേടുകളില് വളരെ ഭയത്തോടെ ജീവൻ അടുത്ത നിമിഷം ഏതു സമയവും പോകാം എന്നുള്ള ഒരു ആപ്തവാക്യത്തോടെ വേണം നമ്മൾ ഇനിയുള്ള കാലം സുവിശേഷ വേല ചെയ്യാൻ. അല്ലാതെ വെറുതെ ഒരു ഒഴുക്ക പരുവത്തിലൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് ഇതൊക്കെ വാക്യമൊക്കെ പറയാൻ എല്ലാവർക്കും പ്രസംഗിക്കാൻ എളുപ്പ. പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. എന്നാൽ നാം ഭീതിക്കിടയിലും ധൈര്യത്തിന്റെ പ്രകാശകിരണങ്ങൾ ദൈവം അയച്ചു തരും. ആ ഒരു ദൈവാശ്രയം കൊണ്ട് മാത്രമേ ഈ ഭീതിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. ആ ദൈവത്തിന്റെ ഒരു ആശ്രയം, കണ്ടിന്യൂസ് ദൈവത്തിൽ ആശ്രയിക്കാൻ, 100% ദൈവമേ നീ അല്ലാതെ ആരും ഇല്ല ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ എന്ന് പറയുന്ന ഒരു നിസ്സഹായ അവസ്ഥ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വളരെ ആ ഹാർട്ട് ക്രൈ ഉയരേണ്ട സമയമാണ്. കർത്താവെ നീ അല്ലാതെ ഒരു രാജാവും ഇല്ല ഭരിക്കാൻ, എല്ലാ ഭരണത്തിനും അതീതമായി സ്വർഗത്തിലെ സിംഹാസനത്തില് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവമേ നീ മാത്രമേ ഈ വിഷയത്തിൽ, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ എന്ന ഉറക്ക നിലവിളിയോടെയുള്ള കണ്ണുനീരും കരച്ചിലും പ്രാർത്ഥനയുമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത്. ഇന്ത്യയുടെ സുവിശേഷീകരണം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്, നമ്മുടെ തലമുറയുടെ കയ്യിലാണ്. നമ്മുടെ പാസ്റ്റർമാരെ, നമ്മുടെ സുവിശേഷകരെ ഒക്കെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കാന് കഴിയണം. ഈ പീഡയുടെ കാലത്ത് ഒരു വിശ്വാസി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമുക്കൊന്ന് ആദ്യം ചിന്തിക്കാം. അതില് ഒന്നാമതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് പോരാട്ടം കഴിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പലയിടത്തും ഉണ്ട്. ആ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. നമുക്ക് പോരാട്ടം ഉള്ളത് ആക്ച്വലി നമുക്കറിയാം. എവിടെ എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, ഒരു വ്യക്തിയോടല്ല നമുക്ക് ശത്രുത. ഒരു വ്യക്തിയല്ല നമ്മുടെ ശത്രു, ഒരു ഗവൺമെന്റ് അല്ല, ഒരു അധികാരി അല്ല. നമുക്ക് പോരാട്ടം ഉള്ളത് ഒരു ജഡരക്തങ്ങളോടും അല്ല, നമ്മുടെ ഓപ്പോസിറ്റ് ആൾക്കാരോടും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ ഒരിക്കലും വ്യക്തികളല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരല്ല നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ രാജ്യത്തുള്ളവരല്ല. അവരിൽ പോരാടുന്ന, അവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു അന്ധകാരത്തിന്റെ, ഒരു ദുഷ്ടതയുടെ, ഒരു വാഴ്ചയുടെ, അല്ലെങ്കിൽ ഒരു ലോകാധിപതിയുടെ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഇതെല്ലാം ഭരിക്കുന്ന, അവരിൽ വാഴുന്ന, അവരിൽ കുടികൊള്ളുന്ന ആ ആത്മാവിനെതിരെയാണ് നമ്മൾ പോരാടി പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാണ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. അതുകൊണ്ട് വളരെ പൊരുതി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ മിഷനിൽ പണ്ട് ഒരു സാധുവായ ഒരു മിഷണറി ഉണ്ടായിരുന്നു, വടക്കേന്ത്യക്കാരൻ, ഗ്യാനി എന്ന് അദ്ദേഹത്തിന്റെ പേര്.
എല്ലാരും ഒരുമാതിരി എന്താ പറയാ, ഒരു ഒരു ഫൂളാണോ അല്ലെ ഒരു കഴിവില്ലാത്ത ഒരു ഒന്നും അറിയാൻ മേലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ ജ്ഞാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജ്ഞാനി എന്നുള്ള അർത്ഥം മലയാളത്തില്. അതിന്റെ അർത്ഥം പ്രാർത്ഥന ഒരു ആത്മീയ യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഈ ജ്ഞാനി സുവിശേഷം പറഞ്ഞപ്പം ഒരാള് അദ്ദേഹത്തെ ശരിക്കങ്ങ് അടിച്ചു. കുറെ അടിച്ചു കഴിഞ്ഞപ്പോ കണ്ടു നിന്ന ആൾക്കാരെല്ലാം കൂടെ വന്ന് അടിച്ചോനെ അടിക്കാൻ തുടങ്ങി. ഉടനെ ജ്ഞാനി പറഞ്ഞു, ഒരിക്കലും അടിക്കരുത്, അടിക്കരുത്, അത് ശരിയല്ല. അദ്ദേഹമല്ല എന്നെ അടിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു ദുഷ്ടശക്തിയുണ്ട്, അതാണ്. അല്ല, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടല്ല ഒരു കെറുവും പിണക്കമൊന്നും, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അടിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ജ്ഞാനി പെട്ടെന്ന്, ഞാൻ പറയുക, ഈ കഴിവില്ല, ഒന്നും ജ്ഞാനമില്ല എന്ന് വിചാരിക്കുന്ന ജ്ഞാനിയുടെ ജ്ഞാനം കേട്ടോണേ. ജ്ഞാനി ഉടനെ പറയാണ്, ഇപ്പൊ സപ്പോസ് ഒരു ട്രക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ബൈക്കുകാരനെ ഇടിച്ചെന്ന് വിചാരിക്കുക. നമ്മൾ ആരും ഓടിച്ചെന്ന് ട്രക്കിനിട്ടല്ല അടിക്കുന്നേ, ആ ട്രക്ക് ഓടിച്ച ഡ്രൈവർക്കിട്ടേ അടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ ആരേലും ഉപദ്രവിച്ചാല്, നമ്മളെ ആരേലും അടിച്ചാല്, നമ്മളെ ആരേലും ജയിലിൽ അടച്ചാല് അവരെ അല്ല നമ്മൾ വഴക്കുണ്ടാക്കേണ്ടത്, അവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയെ. അതുപോലെ ഈ ട്രക്കിനിട്ട് ചെന്ന് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവരല്ല അത് ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ പോരാടി പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ വിശ്വാസികളും പാസ്റ്റർമാരും മിഷണറിമാരും ഒക്കെ ഭയങ്കര ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി വലിയ പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പലപ്പോഴും തെറ്റിദ്ധരിച്ച വിഷയമാണ് ഉപവാസം. അതിനെപ്പറ്റി ഞാൻ ക്ലാസ് ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നല്ല നല്ല ക്ലാസ്സസ് ഒക്കെ, സ്പിരിച്വൽ വാർഫെയറിന്റെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. ചെറിയ കാര്യം പറഞ്ഞാല് ഈ പദത്തിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നമ്മൾ വസിക്കുക. ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാനാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. ദൈവമേ, ഈ വിഷയത്തില് നിന്റെ ഹിതം എന്താണ്, നിന്റെ മനസ്സെന്താണ്, നിന്റെ ഹൃദയം എന്താണ്, ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, ഇവിടെ നിർത്തണോ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ കൂടെ വസിച്ച് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. അതിനെപ്പറ്റി നമുക്ക് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യെശയ്യാവ് 58:3 മുതൽ താഴെ വരെയുള്ള മുഴുവൻ 13 വരെയുള്ള മുഴുവൻ വാക്യങ്ങളും നിങ്ങൾ വായിച്ചാൽ യഥാർത്ഥ ഉപവാസം എന്താണ്, എങ്ങനെയാണ്, ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം, അതെല്ലാം പറയുന്നുണ്ട്. ആ വിഷയം അല്ലല്ലോ എൻ്റേത് ഇന്ന്, അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം, ഞാൻ ആദ്യം പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു, പിന്നെ പോരാടി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. മൂന്നാമത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വളരെ പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിലേക്ക് നടന്നു പോകുമ്പോഴും സഹോദരിമാര് അവനെ ഓർത്ത് കരഞ്ഞപ്പോൾ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ പറന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ തലമുറയെ ഓർത്ത് നന്നായി കരയണം. ആത്മാവിൽ അവർ നിറഞ്ഞ് അന്യഭാഷ അടയാളത്തോട് തന്നെ ആത്മാവിൽ നിറഞ്ഞ് അവരായിത്തീരാൻ. യോവേൽ പ്രവചനത്തിന്റെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യോവേല് 2:2 ഈ 25-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇത് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു ഭൗതിക തലത്തിലേക്ക് അങ്ങ് ഉയരും. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, നിങ്ങളെ വെട്ടുക്കിളി തിന്നു കളഞ്ഞ, തുള്ളൽ പച്ചപ്പുഴുവൊക്കെ തിന്നു കളഞ്ഞ വലിയ ഭൗതിക നന്മയെല്ലാം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വലിയൊരു കൊയ്ത്തിന്റെ ദിവസങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്, ഇനിയും വരാൻ പോകുന്നത്. നിങ്ങളുടെ കളപ്പുരയെല്ലാം നിറയാൻ പോവാ. ശരിക്കും പറഞ്ഞ ആ ഭാഗത്ത് അതൊന്നും പറയുന്നില്ല. അവിടെ പറയാണ്, നമ്മുടെ ജീവിതത്തില് സാത്താൻ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞ ഒത്തിരി സമയങ്ങള്, മണിക്കൂറുകള്, സംവത്സരങ്ങള്, ഇതിന് പകരമായിട്ട് ദൈവം തന്റെ ആത്മാവിനെ, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും
28. എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയാണോ നമ്മുടെ ആത്മീയ സന്തോഷം, അതാണ് സാത്താൻ വരുന്നത് എന്തിനാ? അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനും നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ കെടുത്താനും നമ്മളിൽ നിരാശയിടാനും നമ്മളെ അതൃപ്തി ഇടാനും ഒക്കെയാണ് സാത്താന്റെ സ്വഭാവങ്ങൾ. അങ്ങനെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിച്ചു കളഞ്ഞ നല്ല നല്ല ക്യാരക്ടർ, നല്ല നല്ല യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്വഭാവങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് നമ്മളില് ആ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു കഴിയുമ്പം നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും നമ്മുടെ വൃദ്ധന്മാരും യൗവനക്കാരും എല്ലാം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നിട്ട് അവരുടെ ജീവിതത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്നാണ് ആ ഭാഗത്ത് പറയുന്ന യഥാർത്ഥ വ്യാഖ്യാനം. അതുകൊണ്ട് നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വളരെ കരയുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉടനെ അവരുടെ എഡ്യൂക്കേഷന്, അവരുടെ കല്യാണം, അവരുടെ സാമ്പത്തികം, അവരുടെ ഉന്നമനം, അവരെ ഗൾഫിൽ വിടുന്ന, UK വിട്ട് ഓസ്ട്രേലിയ വിട്ട് പഠിപ്പിക്കാൻ എങ്ങനെ പറ്റും, ഈ എങ്ങനെ ലോൺ കിട്ടും, ഇങ്ങനെ മുഴുവൻ അങ്ങ് മെറ്റീരിയലൈസ് ചെയ്ത് നമ്മുടെ ഹൃദയവും മനസ്സും മുഴുവൻ ഈ സൂര്യന്റെ കീഴേലുള്ളത് മുഴുവൻ മായയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ മായയുടെ പുറകെ പോയി ഇതിനെ എത്രേ അങ്ങ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാർ നോക്കുന്നത് ഈ ദിവസങ്ങളിൽ. പക്ഷെങ്കിൽ കർത്താവ് പറയാ, നിങ്ങൾ അതിനു വേണ്ടി ഒന്നും അല്ല പ്രാർത്ഥിക്കേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞ് കഴിയാമെങ്കിൽ നിങ്ങൾ അവരെ എവിടെ പറിച്ചു വിട്ടോ, എവിടെ പറത്തി വിട്ടോ, അവർ ആ ആത്മാവിൽ നിൽക്കും. അതൊരു ഗ്യാരണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം എന്ന് പറഞ്ഞാൽ അതിനെ മുദ്ര കുത്തിയിരിക്കുക. അത് ഈ പണ്ട് കാലത്ത് ഈ വെഹിക്കിളൊന്നും, വണ്ടികളും ലോറികളും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ഒരു ദേശത്തൊന്നും, ശലോമോനൊക്കെ ആലയം പണിയുമ്പോഴൊക്കെ അങ്ങനെ ഒരു ദേശത്തൊന്നും വലിയ ദേവദാരുവും നമ്മുടെ വൃക്ഷങ്ങളും ഒക്കെ, ഈട്ടി തേക്ക് വൃക്ഷങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു രാജാവിന്റെ സീൽ അങ്ങോട്ട് അടിച്ചു വിടും. എന്നിട്ട് ഈ നദി കെട്ടിയിട്ട് നദി കൂടെ ഒഴുക്കി വിടും. അത് മാസങ്ങൾ കഴിഞ്ഞ് ആ സ്ഥലത്ത് എത്തും. അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അതിന്റെ സീല് നോക്കിയിട്ടാണ് അതിനെ റിസീവ് ചെയ്യുന്നത്. ആ രാജമുദ്ര കാണും. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ ഒരു അച്ചാരമായിട്ട് ഒരു സീല് കുത്തി നമ്മളെ ഇങ്ങോട്ട് വിട്ടേരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ് സീൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മോനോ മോളോ എവിടെ ഹോസ്റ്റലിൽ പോയാലും ഏത് ദേശത്ത് ചെന്നാലും നമ്മൾ ഒട്ടും ഭയപ്പെടണ്ട. കാരണം അവരെ സീൽ ചെയ്ത് വിട്ടേക്കുക. പരിശുദ്ധാത്മാവിന്റെ അച്ചാരം, അത് ഒരു അഡ്വാൻസ് എന്ന അച്ചാരം എന്ന് പറഞ്ഞാൽ അത് അഡ്വാൻസ് ആയിട്ട് തന്നേക്കുക. ബാക്കി മൊത്തം കൂടെ കിട്ടുന്നത് എപ്പോഴാ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ആത്മാവിന്റെ സന്തോഷം പൂർണ്ണമാവും. എന്നാൽ നമ്മൾ ഈ നശിച്ച ഈ സാഗരത്തില്, ഈ ലോകമാവുന്ന സാഗരത്തില് അവരെ പരിശുദ്ധാത്മാവിന്റെ സീൽ അങ്ങോട്ട് അടിച്ചിട്ട് അവരെ അങ്ങോട്ട് വിട്ടേ അവരൊരിക്കലും നമ്മുടെ ആബ്സെൻസിൽ പോലും ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഉറപ്പുണ്ട്. പരിശുദ്ധാത്മാവിൽ അവരെ മുദ്രയിടുവാൻ, പരിശുദ്ധാത്മാവിൽ അവർ നിറയപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊരു ഭയമുണ്ട്, അവർക്കൊരു ദൈവഭയമുണ്ട്. ആ ദൈവഭയത്തിൽ അവരെ തന്നെ സൂക്ഷിക്കാൻ അവരെ ദൈവം സഹായിക്കും. നമ്മളെ ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാ. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, കൽപ്പന കാത്തിടുവാൻ ഒട്ടും ശക്തനല്ലേ ഞാൻ. പക്ഷെങ്കിൽ ആ കൽപ്പന കാക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എന്താണ് കൽപ്പന? സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിക്കാനും, ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കാനും, അതൊക്കെയാണ് കൽപ്പന. ആ കൽപ്പന കാക്കാൻ വേണ്ടി നമുക്ക് സ്വയം ശക്തിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പം അതെല്ലാം നമ്മളെ സഹായിക്കും. അപ്പൊ ഈ പീഡകളൊക്കെ വർദ്ധിക്കുമ്പോൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഒരു മിഷണറി ജയിലിലായിരുന്നപ്പോൾ അവന്റെ മകന്, യൗവനക്കാരനായ മകന്, അവൻ പറയുവാണ്, എന്റെ പപ്പ ജയിലിൽ പോയി, അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഞാൻ കർത്താവിന് വേണ്ടി തൻ്റെ ഇടത്തോടെ നിലനിൽക്കും. ഏത് പ്രയാസം വന്നാലും ഞാൻ എൻ്റെ പപ്പായെ പോലെ ജയിലിൽ പോയാൻ തയ്യാറാവും. അതാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവകൃപയിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകാനും ഈ പീഡ ഇടയാക്കും. പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടാൻ, എനിക്ക് ഇത്രയും വലിയ പീഡയാണോ, എനിക്ക് എൻ്റെ ദൈവത്തെ ഇനി വേണ്ട എന്ന് പറയാനുള്ള ഒരു എക്സ്ട്രീം സാഹചര്യവും ഉണ്ട്. അതില്ലെന്നല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കഷ്ടത ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ദൈവ തേജസ്സിന്റെ നിത്യഘനമാണെന്നും
ഇതിന്റെ മഹത്വം വലുതാണെന്നും ധാരാളം പ്രതിഫലം ലഭിക്കുന്നതാണെന്നും ലോകത്തിൽ എന്തെങ്കിലും നേടിയാൽ അതെല്ലാം 70-80 വയസ്സുകൊണ്ട് ഇവിടെ കളഞ്ഞിട്ട് പോകണം. എന്നാൽ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടത, കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന അടി, പീഡ, ഇതെല്ലാം നിത്യ തേജസ്സിന്റെ ഘനമാണെന്നും ധാരാളം പ്രതിഫലത്തിന്റെ ഓഹരിക്കാരാക്കി നമ്മളെ തീർക്കുമെന്നും നമ്മൾ നമ്മുടെ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. അങ്ങനെ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ കുടുംബം വലിയൊരു അനുഗ്രഹത്തിന്റെ കുടുംബമായി മാറും. ഭൗമിക പ്രസംഗങ്ങളും ഭൗമിക അനുഗ്രഹത്തിന്റെയും കാര്യങ്ങൾ ഈ സഭയിലെല്ലാം കേട്ട് കുഞ്ഞുങ്ങൾ പോലും സത്യത്തിൽ നമ്മുടെ വിചാരം ഇങ്ങനെ പറയുമ്പോൾ അങ്ങ് തുള്ളി പാടുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമാണെന്ന്. ഒരിക്കലും ഇഷ്ടമല്ല. ഇവര് പറയുന്നത് അത് എവിടെയും കേൾക്കാം, പഠിച്ചാൽ എനിക്ക് IIT-യിലും അല്ലെങ്കിൽ ഇൻഫോസിസിലും ഒക്കെ എനിക്കും ജോലി കിട്ടും. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അതല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെ ഈ പടക്കളത്തിൽ പോരാടാൻ പറ്റും, എങ്ങനെ യുദ്ധത്തിന് അഭ്യസിക്കാൻ പറ്റും, എങ്ങനെ ഒരു വാർഫെയർ, ഒരു പ്രയാസങ്ങൾ വന്നാൽ നിൽക്കാൻ പറ്റും. ഇതൊക്കെയാണ് ചർച്ചിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിത്യതയുടെ ദർശനം കൊടുത്ത് പോരാട്ടത്തിൽ തളരാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ ആ യുവാക്കള് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് സാഹചര്യത്തിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദൈവത്തെ എന്ത് വന്നാലും തള്ളി പറയല്ല. ഇനിയും നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങളാ, ഇത് പ്രൊഫസി പോലെ നിങ്ങൾ എടുത്തോ, ഇത് നമ്മുടെ നാട്ടിൽ ഉടനെ വരും. ഇങ്ങനെ സാഹചര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും യേശു ക്രിസ്തുവിനെ തള്ളി പറയരുത് മക്കളെ. ഒരു മിനിറ്റിലേക്ക് തള്ളി പറഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടു പോകും. എന്നാൽ യേശു കർത്താവാന്ന് പിന്നെയും ഏറ്റു പറയാണ്. ഈ യേശുവിനെ നീ സ്വീകരിക്കുന്നോ? ഈ യേശുവിനെ തന്നെ നീ വിളിക്കുകയാണോ? 33,000 കോടി ദൈവം ഉള്ളപ്പം യേശു ഒരു ദൈവമാന്ന് പറയാൻ മേലെ? അല്ല, യേശു മാത്രം ദൈവം എന്ന് നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്, നിത്യ സ്വർഗമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തള്ളി പറയാതെ വീടുകളിൽ എപ്പോഴും നിത്യതയുടെ ദർശനം നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അതിന്റെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ ടൈം 8:30 പക്ഷെ എന്റെ പ്രസംഗത്തിന്റെ പകുതി പോലും ആയില്ല. ഞാൻ എന്തോ ചെയ്യണം? നിർത്തണോ അതോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, വേഗം പറയാമേ. അപ്പം വളരെ വില കൊടുക്കേണ്ട ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. ശുശ്രൂഷകര് അവരേത് സാഹചര്യത്തിലും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിൽക്കണം. സഭയുടെ കാര്യത്തിൽ അവരൊന്നിച്ചു നിൽക്കണം. ഭവന സന്ദർശനങ്ങൾ ഒന്നിച്ചു നടത്തണം. ഭാര്യമാരെ കൂടെ ശുശ്രൂഷകളിൽ പങ്കാളികളാക്കണം. കൗൺസിലിങ്, മറ്റ് സഹോദരിമാരുടെ വിഷയങ്ങളൊക്കെ നിവൃത്തിയുണ്ടെങ്കിൽ ഭാര്യമാരെ ഏൽപ്പിക്കണം. സഹോദരിമാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുടുംബജീവിതത്തിനും അതൊക്കെ തന്നെയാണ് സുഗമമായി പോവാൻ നല്ലതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഴിയുന്നത് മിനിസ്ട്രിയിലായിരിക്കുന്നവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഒറ്റിരിക്കണം. സഹോദരന്മാര് ആ സമയത്ത് സഹോദരിമാര് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സഹോദരിമാരുടെയും യുവാക്കളുടെയും കൗമാരക്കാരുടെയും ഒക്കെ കാര്യങ്ങൾ കേൾക്കാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് ഉപദേശിക്കാനും ഉത്സാഹിപ്പിക്കാനും ഒക്കെ ഇടയാക്കണം. ഏറ്റവും ചെറിയ ആൾക്കാരോട് പോലും സുവിശേഷം പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണേ. സുവിശേഷം പങ്കുവെക്കാനുള്ളൊരു മനസ്സ്. ഏത് സാഹചര്യത്തിൽ ഒരാളെ കണ്ട ആ വ്യക്തി നിത്യ നരകത്തിലോട്ടാണല്ലോ പോകുന്നതെന്ന് ഓർത്തിട്ട് സുവിശേഷം പങ്കുവെക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. സഭയിലെ ചെറുപ്പക്കാരെ അതിനായിട്ട് നമ്മൾ ഉത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ആശുപത്രികൾ സന്ദർശിക്കുക, വീടുകൾ സന്ദർശിക്കുക, കോളേജുകൾ, സ്കൂളുകൾ, തെരുവുകൾ ഒക്കെ ട്രാക്ട് കൊടുക്കുക. ഇങ്ങനെ സുവിശേഷത്തിന്റെ, എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്ന പോലെ നമ്മുടെ ആ രക്തത്തിൽ ആ സുവിശേഷത്തിന്റെ ആത്മാവ് കടന്നിരിക്കണം. എന്നിട്ട് നമ്മൾ സുവിശേഷം പറയാൻ ഉത്സാഹിക്കണം. അത് പാസ്റ്റർമാരുടെയും സുവിശേഷകരുടെയും മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാ സഹോദരിമാർക്കും എല്ലാ വിശ്വാസികൾക്കും ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ യുവജന സംഘടനകളെ ഒന്ന് ഓർത്തു നോക്കിയേ. അത് ശരിക്കും കൂത്തുകാഴ്ചയും വെറും ആനിവേഴ്സറിയിൽ ഒതുങ്ങുകയും പാട്ടും കൊട്ടും താളവും ഡാൻസും എന്തോ ഈ കഴിഞ്ഞ ദിവസം കണ്ടു തീ കത്തിച്ചിട്ട് ക്യാമ്പ് ഫെയറും അതിന്റെ ചുറ്റും കടന്ന ആട്ടവും തലയെക്കെട്ടും, ഇതൊക്കെയാണോ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും പകർന്നു കൊടുത്ത്? ഒരിക്കലുമല്ല. ശരിക്കും ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. മിഷൻ ചാലഞ്ച് ഇല്ലാതെ പണ്ടൊക്കെ ക്യാമ്പുകളില് മിഷൻ ചാലഞ്ച് അങ്ങോട്ട് കൊടുക്കും. യുവാക്കള് യുവതികള് ICPF-ന്റെ ഒക്കെ ക്യാമ്പിൽ ഞാൻ ഓർക്കും എന്തോരം കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാത്യു തോമസ് സാറും മുരളീധരൻ
ഡോക്ടർ മുരളിയൊക്കെ അങ്ങോട്ട് പറയും, ജോഷുവ സാറും ഒക്കെ പറയുമ്പോൾ വാവിട്ട കരഞ്ഞ്, കർത്താവെ ഞാൻ നേപ്പാളിൽ പോക്കോളാം, ഞാൻ ഉഗാണ്ടയിൽ പോക്കോളാം, ഞാൻ കെനിയായി പോക്കോളാം, ഞാൻ അവിടെ പോയി ഓരോ രാജ്യം കേൾക്കുമ്പോൾ നമ്മളങ്ങ് വികാരഭരിതരായി തീരുക. ഇന്ന് ഒന്നും കേൾക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ക്യാമ്പുകളിലൊക്കെ നമുക്ക് മിഷൻ ചലഞ്ചുകൾ കൊടുക്കണം. സഹോദരിമാരൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവവചനത്തിന്റെ കേൾവി അത്യാവശ്യമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും സുവിശേഷീകരണത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ, അത് ഏത് സാഹചര്യത്തിലും, കുട്ടികൾ സ്കൂളിലായാലും കോളേജിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയായാലും നിങ്ങൾ പൊക്കോ, പക്ഷെ നിങ്ങൾ പോകുന്നത് പഠിക്കാനല്ല, നിങ്ങൾ പോകുന്ന സുവിശേഷ വേലയ്ക്കാണെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് സുവിശേഷ വേല ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്തോളാൻ പറയണം. അങ്ങനെ പ്രൈമറി പ്രയോറിറ്റി സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം. ഞങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പിള്ളേരെ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുകയും, പിള്ളേരുടെ ബർത്ത്ഡേ വരുമ്പോൾ പിള്ളേരുടെ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാം ഇവിടെ വിളിക്കുകയും ഒരു ബിരിയാണി ഒരു പായസം ഒക്കെ കൊടുത്തിട്ട് അവരോട് മുഴുവൻ സുവിശേഷം പറയുക, ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം യേശുവിനെ സ്വീകരിക്കുക. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. ആ പിള്ളേർ സ്കൂളിൽ പോകുന്നത് ഞങ്ങൾ എപ്പോഴും പറയും, നിങ്ങളെ പഠിക്കാനല്ല സ്കൂളിൽ വിടുന്ന, പരീക്ഷയ്ക്ക് ജയിക്കുന്ന ഒരു രണ്ടാമത്തെ കാര്യ, നിങ്ങളെ പ്രൈമറി പ്രയോറിറ്റി സുവിശേഷ വേലയാ. പിന്നെ നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്തു. പക്ഷെ എല്ലാവരും നല്ല ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ച് എല്ലാ ക്ലാസ്സിലും റാങ്കോടുകൂടെ യൂണിവേഴ്സിറ്റി വരെ റാങ്കോടുകൂടെ പാസ്സാകാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. കാരണം പ്രയോറിറ്റി സെറ്റിങ്ങിൽ നമ്മളെപ്പോഴും അവരെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഈ ക്യാമ്പിലൊക്കെ ചെന്ന വടംവലി, ഗെയിംസ്, മ്യൂസിക്, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ഹൃദയത്തിൽ ഭയങ്കര ഭാരം തോന്നി ഇതൊക്കെ കാണുമ്പോൾ. അതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പരിചയമുള്ള, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയമുള്ള സുശേഷകരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ മേശയുടെ ചുറ്റും ഇരുന്ന് അന്നത്തെ പാസ്റ്ററുടെ കുറ്റം പറയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന തലമുറ, ആ തലമുറയെ നശിച്ചു പോകും. കാരണം അങ്ങനെ നമ്മൾ മാതാപിതാക്കള് എന്തെങ്കിലുമൊക്കെ തെറ്റുകള് ഈ കുഞ്ഞുങ്ങളുടെ കേക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സുവിശേഷകരെ അപകർഷനാകും, സുവിശേഷ വേലയോടും മടുപ്പ് തോന്നും. എന്നാൽ സുവിശേഷ വേലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേലയെന്നും പാസ്റ്റർമാരും സുവിശേഷകരും, അവർക്ക് ചിലപ്പോൾ ജ്ഞാനം കുറഞ്ഞെന്നിരിക്കും, അവർ വ്യാഖ്യാനിക്കുന്ന ചിലപ്പം തെറ്റിയെന്നിരിക്കും, അതൊന്നും ഒരു വിഷയമല്ല. അവരെടുത്തിരിക്കുന്ന ആ തീരുമാനം, ആ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവരിറങ്ങിയിരിക്കുന്ന സുവിശേഷകരെയും പാസ്റ്റർമാരെയും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ ബഹുമാനിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മക്കൾ മനസ്സിലാക്കും, അവരെ പറ്റി വലിയൊരു ബഹുമാനം അവർക്കുണ്ടാവും. അവർ നമ്മുടെ മക്കളുടെ ഹീറോ ആയി മാറണം. മുതിർന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ ഒരിക്കൽ ഞങ്ങളെ വിളിച്ചു. വേറൊന്നിനും, രാഷ്ട്രീയത്തിനൊന്നും കേൾക്കാനല്ല. പുള്ളിക്കാരി കർത്താവിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് സായിച്ചാന്റെ മെസ്സേജ് സ്ഥിരം കേൾക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരി ഞങ്ങളോട്, രാഷ്ട്രീയക്കാരന്റെ ഭാര്യ ഞങ്ങളോട് പറയുക, ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറയുക, മോന് കുഞ്ഞായിരുന്നപ്പം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം പാസ്റ്റർ ആകണം എന്നാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അയ്യോ അതെന്നാ അങ്ങനെ? ഒരു രാഷ്ട്രീയക്കാരന്റെ മോൻ എപ്പോഴും പാസ്റ്റർ ആകാനല്ലല്ലോ, രാഷ്ട്രീയക്കാരനാകാനല്ലേ ആഗ്രഹിക്കുന്നത്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ആള് പറയുക, രാഷ്ട്രീയക്കാരന്റെ മോൻ പറയുക, അതെ അങ്കിളെ, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് പാസ്റ്ററിനെ, അങ്കിളിനെ പോലുള്ള സുശേഷകരെ. അപ്പൊ അതെന്താ മോനെന്ന് ചോദിച്ചപ്പോ പറയാ, എന്റെ പപ്പ ആകെ മുട്ടുമടക്കിയിട്ടുള്ള ഒറ്റ വ്യക്തിയുടെ മുമ്പിലാ, പാസ്റ്റർമാരുടെ. കാരണം അവർ കൈ കൊടുക്കുന്നു, അവരെ തൊഴുതുന്നു, അവരെ കാണുമ്പോഴത്തേക്ക് വണങ്ങുന്നു. എന്റെ പപ്പയുടെ തല ഒറ്റ ഒരാളുടെ കീഴിലെ വണങ്ങി കണ്ടിട്ടുള്ള അത് പാസ്റ്ററുടെ. അപ്പൊ എന്റെ ഹീറോ പാസ്റ്ററാണ്. ആ ഒരു ഹീറോയിസം നമ്മൾ വളർത്തിയെടുക്കണം. അത് നല്ല കാര്യം. ചെറുപ്രായത്തിൽ മാതാവും പിതാവും ഒക്കെയാ ശകലം. ഞാൻ എപ്പോഴും ഈ പേരന്റിങ്ങിന്റെ കാര്യം പറയാതെ ഒരു മെസ്സേജ് നിർത്തുകയല്ല. കാരണം എൻ്റെ ഒരു ബുക്ക് തന്നെ, കുടുംബം ഭൂമിയിലെ സ്വർഗം, നിങ്ങളത് വായിക്കണം. PDF ഒക്കെ അയച്ചു തരാം. അപ്പൊ അതിനകത്തെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ പ്രായത്തിൽ മാതാവും പിതാവുമാ കുഞ്ഞുങ്ങളുടെ ഹീറോ. എന്തോ പറഞ്ഞാലും എൻ്റെ പപ്പായ അങ്ങനെ പറഞ്ഞ, എൻ്റെ മമ്മി അങ്ങനെ പറഞ്ഞ, അങ്ങനെ ഹീറോയിസം. പക്ഷെ സ്കൂള് കോളേജ് കാലഘട്ടത്തിൽ പിള്ളേരുടെ ഹീറോയിസം മാറിയിട്ട് അവരുടെ അധ്യാപകരാകും. എൻ്റെ ടീച്ചർ അതാ പറഞ്ഞു, പപ്പായ്ക്ക് ഒന്നും അറിയത്തില്ല, മമ്മിക്കൊന്നും അറിയത്തില്ല, എൻ്റെ ടീച്ചർ പറയുന്ന ശരിയെന്ന് പറയും. ഓക്കെ, അതാണ് അവരുടെ ഹീറോ. കുറെ കൂടെ യൗവന പ്രായത്തിലേക്ക് വരുമ്പം ക്രിക്കറ്റേഴ്സും സിനിമാ ഫീൽഡിലുള്ളവരും മെഗാ സ്റ്റാർസും ഒക്കെ ആവും അവരുടെ ഹീറോ. പക്ഷെ നിർഭാഗ്യവശാൽ ജീവിതത്തിൽ നന്മ പ്രകാശിപ്പിക്കുന്ന ഹീറോകൾ നമുക്ക് ചുറ്റും ഇല്ലാതെയായിരിക്കുക. അർത്ഥമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോവുകയും വിശ്വാസമില്ലാത്ത നൈമിഷിക സുഖങ്ങളിൽ ആറാടി കളിക്കുകയും അതിനെ വിലയുള്ളതായി കാണാൻ വേണ്ടി ഈ തലമുറ ഇന്ന് നമുക്ക് ചുറ്റും നിൽക്കുക. ഈ തലമുറയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തരായി ആത്മീയരായി ജീവിക്കാൻ
വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ തലമുറ നമ്മൾ എങ്ങനെ അവർക്കൊരു ഹീറോയിസ് ഉണ്ടാക്കാൻ പറ്റും? ഈ തലമുറ ആക്സ് 2:40 പറയുന്നുണ്ട്, വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവാൻ ആവശ്യമാണ്. വക്രത എന്ന വാക്കിന്റെ അർത്ഥം തലതിരിഞ്ഞ എന്ന അർത്ഥമാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമേ അല്ല നമ്മുടെ പിള്ളേര് ചിന്തിക്കുന്നത്. ഈ തലമുറ ചിന്തിക്കുന്നത് എന്ത് നമ്മൾ മൂല്യം കൽപ്പിച്ചോ അത് മൂല്യമില്ലാത്തതും, എന്ത് മൂല്യമില്ലാത്തത് നമ്മൾ കൽപ്പിച്ചോ അത് മൂല്യമുള്ളതുമായ ഈ തലതിരിഞ്ഞ ഒരു സമൂഹത്തില് അതിനെയാണ് പൗലോസ് പറയുന്നത്, വക്രതയുള്ള ഈ തലമുറയിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെടണം. ഈ തലമുറയ്ക്ക് വിലയുള്ളത് എന്താണെന്നും വിലയില്ലാത്ത എന്താണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തലമുറ ഏറ്റവും വിലയുള്ളതായിട്ട് കണ്ടത് എന്തൊക്കെയായിരുന്നു? സ്നേഹം, കരുണ, വിശ്വസ്തത, നീതി. അവര് അനുവദിച്ചു തന്നിട്ടുണ്ട്, ടൈം പോയത് അറിയിക്കുക, ഒക്കെയാണ് മൂല്യ പട്ടികകളുടെ ഏറ്റവും മുകളിൽ നിന്നുണ്ട്. എന്നാൽ ഇന്ന് കരിയർ, എൻ്റെ പഠിത്തം, എൻ്റെ സ്വകാര്യ സുഖം, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, അപ്പനായാലും അമ്മയായാലും ഇടപെടണ്ട, ഇങ്ങനെയുള്ള സ്വകാര്യ സുഖങ്ങളിലെ ആ പ്രൈവസി, സമ്പാദ്യങ്ങളോടുള്ള ആർത്തി, പദവികള് മൂല്യ പട്ടികയുടെ മുകളിലോട്ട് അങ്ങ് പോയി. എന്നിട്ട് ഈ സ്നേഹവും മൂല്യവും ദരിദ്രരെ ഓർക്കുന്നതും സ്നേഹിക്കുന്നതും കരുണ കാണിക്കുന്നതും ഒക്കെ താഴോട്ട് അങ്ങ് പോയി. അതാണ് ഈ തലതിരിഞ്ഞ ഒരു സമൂഹം, തലതിരിഞ്ഞ ഒരു തലമുറ. സ്വന്തം തല മുകളിൽ നിൽക്കാൻ വേണ്ടി എന്തും ഏതും ഇവര് കാണിക്കും. ഇതാ നമ്മുടെ ഈ വീടുകളിൽ നമ്മളും പഠിപ്പിക്കുന്നത്. എടാ നീ അങ്ങനെ പഠിച്ചാൽ പറ്റത്തില്ല, നീ അവനേക്കാളും വലുതാകണം, എന്തോ വലുതാകണം. ഈ പഠിത്തത്തിലും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മളും ഇതിനകത്ത് അകപ്പെട്ടു പോയിട്ട് നമ്മളും ഈ മൂല്യച്യുതിയുടെ ഭാഗങ്ങളായി മാറി. ഇങ്ങനെ സ്വാർത്ഥതയാണ് ഈ അസാമാന്യമായ മത്സരബുദ്ധിയുടെ പിന്നിലെ ചേതോപകാരം. ഭ്രാന്തമായ ഈ അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയരായി വളർത്താൻ കഴിയത്തില്ലെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. തീർച്ചയായിട്ടും ആത്മീയരായിട്ട് വളർത്താൻ പറ്റും. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കാരണത്താലും ഭാരപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന കുഞ്ഞുങ്ങൾ സാധാരണയായി സ്വാധീനിക്കപ്പെടുന്നത് അവരുടെ സമപ്രായക്കാരുമായിട്ടും സോഷ്യൽ മീഡിയ മുഖാന്തരവുമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ദൈവവചനം പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെ അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരൊറ്റ മാതൃക അത് നമ്മളാണ്, മാതാപിതാക്കള്. എന്നാൽ അവർക്ക് ഈ മാതാപിതാക്കളെ അനുകരിക്കാൻ പറ്റണം. അതിനുവേണ്ടി അവരെന്തോ ചെയ്യും? അവരോട് പറയണം, സമപ്രായക്കാരുടെ സമ്മർദ്ദം, പിയർ പ്രഷർ ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ പുറകോട്ടാണ് വലിക്കുന്നത്. അതിനെ വെല്ലുന്ന രീതിയിൽ നീതിയുടെയും സത്യത്തിന്റെയും ആത്മീയ മാതൃകയായി മാതാപിതാക്കളെ കണ്ട് അനുകരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള മാതൃകകളായി നമ്മൾ ഭവനത്തില് കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ജീവിച്ചു കാണിക്കണം. ശൈശവത്തില് കുഞ്ഞുങ്ങള് മാതാപിതാക്കളുടെ വാക്കും പ്രവൃത്തിയുമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ കൗമാരത്തിലേക്ക് വരുമ്പോ ഈ വാക്കും പ്രവൃത്തിയും കൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല. അവര് പറയും, ആദ്യം അമ്മയൊന്ന് ജീവിച്ചു കാണിക്ക്, അല്ലെ അപ്പനൊന്ന് ജീവിച്ചു കാണിക്ക്. എങ്ങനെയാ അത്? കാരണം കൗമാരത്തിൽ അവർ മാതാപിതാക്കളുടെ മൂല്യബോധവും വീക്ഷണങ്ങളും ആദർശങ്ങളും ഒക്കെയാ ശ്രദ്ധിക്കുന്നത്. അപ്പൻ ആ പറയുന്ന ആദർശം പ്രകാരമാണോ ഈ വീട്ടിൽ ജീവിക്കുന്നത്? അല്ല അമ്മ പറയുന്ന ആ മൂല്യം ഉണ്ടല്ലോ, അതിവിടെ കാണിക്കുന്നുണ്ടോ? അന്ന് വരെ തത്ത ചൊല്ലുന്ന പോലെ നമ്മൾ പറയുന്നത് കേട്ട് അനുകരിക്കുന്ന പിള്ളേർ പെട്ടെന്ന് അങ്ങ് റിബല്യസ് ആയ പോലെ നമുക്ക് തോന്നും. അവര് നമ്മുടെ നേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ആശയങ്ങളും ഈ കാര്യങ്ങളും കുത്തി നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീക്ഷണവും നമ്മുടെ ആത്മബോധവും നമ്മുടെ മൂല്യബോധവും ശുദ്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ഹീറോ ആയി മാറും. നമ്മുടെ കുടുംബത്തിൽ നാം എങ്ങനെ മൂല്യബോധമാണ് പകർന്നു കൊടുക്കുന്ന, ആത്മീയ കാര്യങ്ങൾക്കാണോ പ്രാധാന്യം, അത് നമ്മുടെ സംസാരത്തിലും അത് നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ കാണണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ടത് കുടുംബ പ്രാർത്ഥനയെ വെച്ച്. അതുകൊണ്ട് നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. പിന്നെ ആത്മീയ കാര്യങ്ങൾക്ക് നൽകേണ്ട സമയം നാം ഫോണിലും TV-യിലും ഒക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും നമ്മുടെ പുറകെ വരത്തില്ല. അതുകൊണ്ട് ആ സമയങ്ങളെ എല്ലാം കുട്ടിയടച്ചിട്ട് ആത്മീയ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ട് ഇവിടെ ഇതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ഡിസിപ്ലിനോടെ നമ്മുടെ കുടുംബങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കരിയറിനേക്കാളും സമ്പാദ്യങ്ങളെക്കാളും സ്വകാര്യ സന്തോഷങ്ങളെക്കാളും വലുതാണ് ആത്മീയ ജീവിതങ്ങളും ആത്മീയ ജീവിതത്തിന്റെ മൂല്യങ്ങളൊന്നും ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. പിന്നെ മാനുഷിക ബന്ധങ്ങളുടെ മാഹാത്മ്യം നാം കുഞ്ഞുങ്ങളെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കണം. നാം എളിയവരെ ആദരിക്കേണ്ട ആവശ്യവും സുവിശേഷ വേലയെയും സുവിശേഷകരെയും ബഹുമാനിക്കേണ്ട കാര്യവും ഒക്കെ കൊച്ചുനാൾ മുതൽ അവര് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ അവർ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. നാം അവരുടെ മുമ്പിൽ ജെനുവിൻ ആയിരിക്കണം. അവർ വില മതിക്കുന്നതിന്
വിലമതിക്കുന്നത് നമ്മുടെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുമാണ്. അത് കപടമില്ലാത്തതും പൊയ്മുഖമില്ലാത്തതും പ്ലെയിൻ ആയിട്ട് വായിക്കാൻ പറ്റുന്ന പ്ലെയിൻ ബുക്ക് പോലെ ആയിരിക്കണം. എന്തും എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തും എൻ്റെ മക്കൾക്ക് വായിക്കാൻ കഴിയണം. അത്ര പ്ലെയിൻ ആയിരിക്കണം. എൻ്റെ ഫോണ്, എൻ്റെ മൊബൈൽ, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ജീവിതം പച്ചയ്ക്ക് പ്ലെയിൻ ആയിട്ട് അവർക്ക് വായിക്കാം. അമ്മയെപ്പോലെ നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ ആയിട്ട് എനിക്ക് തീർന്നാൽ മതി എന്ന് എൻ്റെ കൊച്ചുങ്ങൾ എന്നെ പറ്റി അല്ലെ അപ്പയെ പോലെ മാത്രം വിശുദ്ധനായി ജീവിക്കണമെന്ന് എൻ്റെ മക്കൾ പറയുന്നിടത്ത് എൻ്റെ ഇന്റഗ്രിറ്റി ഇരിക്കണം. ആ ഇന്റഗ്രിറ്റി സൂക്ഷിക്കുമ്പോൾ നമ്മളായിരിക്കും അവരുടെ ഹീറോ. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞു വന്ന ഹീറോയിസ് ആണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് അവര് പറയാ എനിക്ക് അപ്പയെ പോലെ ആയാൽ മതി, അല്ലെ എനിക്ക് അമ്മയെ പോലെ ആയാൽ മതി, വേറെ ആരെയും പോലെ ആകണ്ട. അൾട്ടിമേറ്റ് ആയിട്ട് ആരെ പോലെ? യേശുവിനെ പോലെ ആകുക. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു നിർമ്മലമായ ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ ഒറ്റ പോയിന്റും കൂടെ പറഞ്ഞു നിർത്താം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു റോളും കൂടെ ഒന്ന് പറഞ്ഞു നിർത്താം. ഇവരിലെ മിക്കവരും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരാ. ഞാനും അതെ. ഞാൻ 25 വർഷം സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ഈ ബിനോയുടെ ഒക്കെ ചർച്ചിൽ കോട്ടയം ടാബർനാക്കിള് അവിടുത്തെ മെമ്പറായിരുന്നു ഞാൻ. അവിടെ ഞങ്ങൾ സൺഡേ സ്കൂൾ കഴിഞ്ഞ ഉടനെ 8 മണി മുതൽ 9 മണി വരെ സൺഡേ സ്കൂള്, 9 മുതൽ 10 വരെ 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പില് ടീനേജേഴ്സിനെ എല്ലാം വിളിച്ചുകൂട്ടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു റാഡിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് ആ ഗ്യാപ്പില് വെറുതെ അവിടെ ഇവിടെ നടക്കാതെ ഒന്ന് ദൈവവചനം പഠിപ്പിക്കാനും വെളിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും, എങ്ങനെയാണ് നമ്മൾ കോളേജിൽ ജീവിക്കേണ്ടത്, സ്കൂളിൽ ജീവിക്കേണ്ടത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി നല്ല സൺഡേ സ്കൂളിന് ടീച്ചേഴ്സിന് ഒത്തിരി കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കാനും ദൈവം ഇടയാക്കട്ടെ. ഞാൻ ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ നിങ്ങൾ അത് ഗ്രാസ്പ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി. 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തു, ക്ഷമിക്കണം. ഭയങ്കര സെർമണാണ് പഠിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോയത്. കേട്ടിരുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ വിളിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു.